ജിത്തിയേ, ജീത് ഇവിടെ ഇല്ലേ? ആ ചേച്ചിയായിരുന്നു. ഞാൻ ചേച്ചി വേറെ ആരും. എന്താ ഈ വഴിയല്ല? ഒന്നുമില്ല, വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയതാ. കേറി. എന്തൊരു ചൂടാല്ലേ? ഭയങ്കര ചൂട്. ഇനി ഒരു ഗ്ലാസ് വെള്ളം എടുത്താട്ടെ. ഇനി വിചാരിക്കുന്നുണ്ടാവും ഞാനിവിടെ വെറുതെ വന്നതാന്ന്. നിങ്ങളെ മോള് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു തെളിവ് ഇഞ്ച വായിന്ന് കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവും മോളെ. ഈ വെള്ളം എടുത്തിങ്ങ് വാ. തക്കുടൂടെ പോയി. തക്കട് ഉറങ്ങുന്ന അപ്പൊ അങ്ങ് ഉറങ്ങി കിടന്നതേ ഉള്ളു. പിന്നെ ചൂടുവെള്ളം ഇല്ല, തണുത്ത വെള്ളമുള്ളു. അത് കുഴപ്പമില്ല, ഇപ്പൊ നല്ല ചൂടല്ലേ. വീട്ടിൽ വെറുതെ ഇരിക്കുമോ വല്ലാത്തൊരു സങ്കടം. എന്തിന്? നിങ്ങൾ എന്നെ വിളിച്ചതും നമ്മൾ പോയി നയോമീനെ കൂട്ടിക്കൊണ്ടുവന്നതും നയോമീൻ്റെ വളർച്ച ഇതെല്ലാം ഇന്നലെ കഴിഞ്ഞതുപോലെ. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു റിസൾട്ട് ആയിരുന്നു രജിഷ ടെസ്റ്റിന്റെ. പക്ഷെ ഡോക്ടർ അത് നെഗറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നു പോയി. ഞാനും അതുപോലെ തന്നെ, ഞാനും ഒരുപാട് പ്രതീക്ഷിച്ചു. ഡോക്ടർ പറഞ്ഞു കേട്ടില്ലേ, ഇനി നമുക്ക് കുട്ടികൾ ഉണ്ടാകുന്നുള്ള ചാൻസ് വളരെ കുറവാന്ന്. ഇനിയിപ്പോ നമ്മൾ എന്നാ രജിഷേട്ടാ ചെയ്യുക? ഒരു കുട്ടീനെ എടുക്കാനും അതിനെ താലോലിച്ച് വളർത്താനുള്ള അനുസരണം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാ സമ്പത്തും ദൈവം നമുക്ക് തന്നു, എല്ലാ സൗഭാഗ്യങ്ങളും തന്നു. നമുക്കൊരു കുഞ്ഞിക്കാല് കാണാനോ കുഞ്ഞിനെ താലോലിക്കാനോ വളർത്താനോ ഉള്ള സൗഭാഗ്യം മാത്രം ദൈവം നമുക്ക് തന്നില്ല. നമ്മൾ ഉണ്ടാക്കിയതെല്ലാം ആർക്ക് വേണ്ടി കൊടുക്കാനായിന്? എപ്പോഴും കുറ്റം പറയുന്ന, അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ നിന്ന് കളിയാക്കുന്ന നിങ്ങളുടെ അനിയനും അനിയൻ്റെ ഭാര്യയ്ക്കും കൊടുക്കാനാണ് നമ്മൾ ഈ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കിയതല്ല. ഞാനും അതെല്ലാം എല്ലാ ദിവസവും ആലോചിക്കുന്നു. ഇതെല്ലാം ആലോചിക്കുമ്പോൾ കഷ്ടപ്പെടുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരു റിസൾട്ട്, ഒരു ടെസ്റ്റിൻ്റെ റിസൾട്ട് ആയിരുന്നു ഇത്. ഡോക്ടർ പറഞ്ഞില്ലായിരുന്നോ ഇത് പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും നമുക്ക് ട്രൈ ചെയ്യാമെന്ന്? അതും നെഗറ്റീവാന്ന് പറഞ്ഞപ്പോൾ ആകെ തകർന്നു പോയി.